സഹൃദയരെ, കലാസ്നേഹികളെ, വളരെ നാളുകൾക്ക് ശേഷം ഹൈ വോൾട്ടേജ് അവതരിപ്പിക്കുന്ന പുതിയ കഥ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവുമിതോ. കാലമേ, തളരുന്നിതനുദിനം എൻ മനസ്സമനിലപ്പോയി. ജനുവരി 9 വ്യാഴാഴ്ച രാത്രി 11 മണിക്കാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ആറാലുമൂട് കാവുവിളാകം വീട്ടിൽ ഗോപൻ സ്വാമി മരിച്ചു. എന്തൊരു പെണ്ണെ പറയുന്നത്, മരിച്ചെന്ന? സമാധി. എന്താണ് ഈ സമാധി? ആദ്യം ആത്മപീഠത്തിലിരിക്കും, എന്നിട്ട് പ്രാണായാമം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധിയാജ്ഞ, സഹസ്രതള, പത്മം, ഈ ഓരോ 6 ആധാര ചക്രങ്ങൾ ഉണർത്തി ഈ പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് പ്രാണനെ ഓരോ അറകളിൽ നിറയ്ക്കും, ഓരോ ജീവകലകളിൽ നിറച്ച് പ്രാണനെ കൊണ്ടുവന്ന് അമൃതകലയിൽ എത്തി അവിടെ അങ്ങ് പ്രാണനെ നിൽക്കും. അപ്പൊ ഇങ്ങനെ വലിഞ്ഞ് മുറി എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി വെച്ചാൽ സമാധിയായി. എന്താണ് ആ ശബ്ദം? ആരാണ് കരയുന്നത്? ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. ആരുടെ ഇവൻ ആരുടെ? ഇവനാണ് ഗോപൻ സ്വാമിയുടെ പോറ്റിയല്ലാത്ത മകൻ സനന്ദൻ. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ പൊന്നു മോനെ, ഈ നാട്ടുകാരുടെ സ്വഭാവം എനിക്കറിയാം. ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിന്റെ ബിപിന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കല നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് ഗുളികത്തിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാ പോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. This mommy has a point. हे हरि राम कृष्ण जगन्नाथ प्रेमानंदी, ये क्या हुआ? അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ വൃത്തി കണ്ടിട്ടേ തുടങ്ങുള്ളൂ. ഞാൻ ആദ്യം മരിക്കും. ഇതെന്തൊരു ചേട്ടാ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണോ? എന്റെ അപ്പൂപ്പൻ ഇതൊരു സമാധി ആയതാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഞാൻ അടിച്ചു കൊട്ടിത്തൂക്കി സമാധി ഇരിച്ചെന്ന് പറഞ്ഞാല് ഇതൊരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തിട്ട് പൊളിക്കാൻ വരും അവര്. മലയാളി എന്നെ സുന്നവ സുമ്മാവാ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. സുന്നവ ആരെങ്കിലും നോക്കിയോ? കാത്തിരുന്നു കാണാം. ഹൈ വോൾട്ടേജ് അവതരിപ്പിക്കുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ സറട്ട്. ഒന്നൂടെ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവനാള് കൊള്ളാം. എന്താ പേര്?